മുതിർന്ന മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. അതായത് നമ്മളിപ്പോ ഒരു സ്വകാര്യ ചാനലിന് മുമ്പ് ഈ ഗൾഫ് സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രസ്താവന നടത്തിയല്ലോ. അത് സംബന്ധമായിട്ട് അദ്ദേഹത്തോട് വിശദീകരണം തേടിയാണ് 2 ദിവസത്തിനകം രേഖാമൂലം മറുപടി ഇറങ്ങുന്നത്. സമസ്തയുടെ നിലപാടുകൾക്കും അതോടൊപ്പം തന്നെ സമസ്ത നേതൃത്വത്തിനെ സംബന്ധിച്ചുള്ള ഇതാണല്ലോ മൂപ്പര് പറഞ്ഞത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തോട് അതിന്റെ വിശദീകരണം തേടിയത്. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുപ്രഭാതം പത്രത്തിന് നയമാറ്റമുണ്ടായി എന്നുമായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ നദ്വിയോട് പെട്ടെന്ന് തന്നെ വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യം എന്താണ്? വേണു, നിലവിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന സമസ്തക്കും സുപ്രഭാതത്തിനും എതിരാണ്, സമസ്തയുടെ നയത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് സമസ്തയുടെ വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയോട് നിലവിൽ വിശദീകരണം തേടിയിരിക്കുന്നത്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര മുഷാവറ അംഗമാണ്, സമസ്തയിലെ മുതിർന്ന പണ്ഡിതനാണ്, വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നയാളാണ്. ഇത്തരം ഒരാളോട് വിശദീകരണം തേടുമ്പോൾ സമസ്ത മുഷാവറ യോഗം പോലും ചേരുന്നതിന് മുൻപ് തന്നെ അടിയന്തരമായി വിശദീകരണം തേടുന്നതിനുള്ള ഒരു അമർഷം സംസ്ഥകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് രാവിലെയാണ് ഈ ബഹാവുദ്ദീൻ നദ്വി 2 പ്രസ്താവനകൾ നടത്തിയത്. അതിലൊന്ന്, സമസ്തയിലെ ചില നേതാക്കൾ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, സുപ്രഭാതം പത്രം അതിന്റെ നയത്തിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു, ഇതോട് താൻ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രസ്താവന. ഈ 2 പ്രസ്താവനകൾക്കുമെതിരെയാണ് നിലവിൽ ഈ ഒരു നോട്ടീസ് നൽകിയത് എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം, സമസ്ത അകത്ത് നിലവിൽ 2 പക്ഷമായി രൂപപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇടതുപക്ഷവുമായി അടുക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് എതിർക്കുന്ന മറ്റൊരു വിഭാഗം. ഈ എതിർക്കുന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ബഹാവുദ്ദീൻ നദ്വി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ സമസ്തകത്തും വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ വലിയ അലകലുകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകി.